ഹായ് ഓൾ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ മക്കളെ, ഇന്നത് ഒരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ ഇറച്ചിച്ചോറാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ കോഴിക്കോട് സ്റ്റൈൽ നല്ല അടിപൊളി ഇറച്ചിച്ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക. എളുപ്പ പണിയാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ലഞ്ച് ബോക്സിൽ റെഡിയാക്കി കൊടുക്കാം. കുട്ടികൾ നല്ലോണം കഴിക്കുകയും ചെയ്യും കേട്ടോ. അധികം വീഡിയോ ഒന്നും ഇടാതെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുക. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് ആയിട്ട് നല്ല രസമുണ്ടോ, എങ്ങനെയാണോ ഫീഡ്ബാക്ക് എന്നുള്ളത് നിങ്ങളെ എനിക്ക് അറിയിക്കാനും വേണ്ടി മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയാലും നോക്കിയാലോ നമുക്ക്. അപ്പോൾ ഇതാ ഞാനിത് നല്ല ബീഫ് തന്നെ, അതായത് നമ്മൾ നല്ല പോത്തിറച്ചി എന്നാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/2 കിലോ പോത്തിറച്ചി വെച്ച് നമുക്കിത് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എത്രയാണോ ക്വാളിറ്റി വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തോളാം കേട്ടോ. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി നമ്മൾ കട്ട് ചെയ്യാണ്. അതായത് ഒരു 4 ഉള്ളി നമ്മൾ ഇതിന് വേണ്ടി എടുക്കണം. ഞാനത് ഒരു 3/4 കിലോ ബീഫിന്റെ കണക്കിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടണമെങ്കിൽ ഉള്ളിയുടെ അളവൊക്കെ ഒന്ന് കൂട്ടിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ എടുത്തിട്ടുള്ളത് ഒരു 4 വലിയ ഉള്ളിയാണ്. അത് നന്നായിട്ട് സ്ലൈസ് ആക്കിയിട്ട് നല്ലോണം അരിഞ്ഞിടാം. അപ്പോൾ നമ്മൾ ബീഫിലേക്ക് കുറച്ച് മസാല നമുക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് മസാല നമുക്ക് അതിലേക്ക് പുരട്ടിയിടണം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂണ്, അതായത് നമ്മളെ മല്ലിപ്പൊടി, സാധാരണ നമ്മളെ മല്ലിപ്പൊടി, നമ്മുടെ കറിയിലൊക്കെ ഇടുന്ന മല്ലിപ്പൊടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. ബീഫിൽ മല്ലിപ്പൊടി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ നമ്മളെ ഗരം മസാല ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതായത് നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വാടുന്നവരെ നമുക്കിത് റെസ്റ്റ് ആക്കി വെച്ചാലും മതിയാകെ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. നമ്മൾ ബീഫ് കഴുകുന്നേരം നന്നായി ശ്രദ്ധിക്കുക, നല്ലോണം കഴുകി വൃത്തിയാക്കുക. എന്നിട്ട് നല്ലോണം കുറച്ച് സുർക്കയൊക്കെ പാർന്ന് കഴുകിയാൽ നല്ലോണം വൃത്തിയാവും കേട്ടോ. നമ്മളെ ബീഫൊക്കെ നല്ലോണം സോഫ്റ്റ്, നമ്മൾ വേവിക്കുന്ന സമയത്ത് നമുക്ക് സോഫ്റ്റ് ആയിട്ടും കിട്ടും. അതുപോലെ തന്നെ ബീഫൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ടും കിട്ടും കേട്ടോ. ലാസ്റ്റ് കുറച്ച് സുർക്ക പാർന്നതിന് ശേഷം ഒന്ന് കഴുകി കൊടുത്താൽ നമുക്ക് ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ട് വേവാനും സാധിക്കും. അതുപോലെ തന്നെ നല്ലോണം വൃത്തിയാക്കുകയും ചെയ്യേ. അപ്പോൾ ഇതാ ഞാനിതവിടെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇത് നമ്മൾ ഇതിൻ്റെ കറിയാണ് ആദ്യം റെഡിയാക്കി എടുക്കുന്നത്. അതിൽ നമുക്കൊരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് നമുക്ക് നല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഓയിലാണ് വേണ്ടതെങ്കിൽ ഓയിൽ ചേർത്തെടുക്കാവേ. അപ്പോൾ ഞാനിതാ എന്നിട്ട് സ്ലൈസ് ആക്കി വെച്ചിട്ടുള്ള ഉള്ളി നമ്മൾ മുഴുവനായിട്ടും ഈ വെളിച്ചെണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ സാധാരണ കറിക്ക് വഴറ്റുന്ന പോലെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇനി വഴറ്റിയെടുക്കാം. നല്ല ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വരണം കേട്ടോ. അപ്പോൾ ഉള്ളി വാടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കുക, കുറച്ച് ഉപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നാൽ നല്ലോണം ഉപ്പ് അതായത് നമുക്ക് നല്ലോണം ഉള്ളി നന്നായിട്ട് വാടാൻ വേണ്ടി കഴിയുക. നല്ലോണം വാടി കിട്ടാനാണ് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അതായത് അത്യാവശ്യം നല്ലോണം തന്നെ വാടണം. പിന്നെ ബാക്കി നമുക്ക് കുക്കർ ബീഫ് വേവിക്കുന്ന സമയത്തും ബാക്കി ഉള്ളി അതിൽ നിന്ന് വേവുക. അപ്പോൾ നിങ്ങൾക്ക് അധികം കുറച്ച് കനത്തിലാണ് അരിയുന്നതെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ മുറിച്ച് കാണൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ ഇതങ്ങനെ കുറച്ചും കൂടി ഉപ്പ് ചേർത്തെടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കട്ടെ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കുക. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. കഴിച്ചു കഴിഞ്ഞാൽ മക്കളൊക്കെ പറയും, അത് മതി കേട്ടോ, ഇനി ഈ ചോറ് മതി എന്നൊക്കെ പറയുന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് മക്കൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മറക്കരുത്. നമ്മുടെ ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വാടുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി വേണ്ടത്, മെയിനായിട്ട് വേണ്ടത് മല്ലിയിലയും പുതിനയിലുമാണ്. അത് രണ്ടും നമുക്ക് മസ്റ്റാണ് കേട്ടോ. ഇതിലേക്ക് നിർബന്ധമായിട്ട് വേണ്ട ഒരു സാധനമാണ് മല്ലിയിലയും പുതിനയിലും കേട്ടോ. അതായത് നമുക്ക് ചോറിലേക്ക് വേണം, അതായത് മസാലയിലേക്കും വേണം കേട്ടോ. അത് മസാലയില കറിയിലേക്കും വേണം.
അപ്പോൾ നമ്മളെ ഉള്ളിയുടെ നല്ല അടിപൊളിയായിട്ട് ഗോൾഡൻ ഷെയ്ഡൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടിയിട്ട് അരച്ചെടുത്ത്, അതായത് ചതച്ചെടുത്തത്, അതായത് നമ്മൾ ചോപ്പറിലിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ തരാം നമുക്കത് നന്നായിട്ട് ചതഞ്ഞ് കിട്ടും. പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ അവിടെ വെച്ചതിന് ശേഷം ബാക്കി മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കാരണം ഒരു ടേബിൾ സ്പൂണ് ചതച്ചത് നമുക്ക് ചോറിൽ ചേർത്ത് കൊടുക്കാനുള്ളത് കൊണ്ടാണ് കുറച്ച് അവിടെ മാറ്റി വെക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ അത് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ്, അതുകൊണ്ടാണ് മറന്നു പോകരുതെന്ന് പ്രത്യേകം പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മൾ ബാക്കി മുഴുവനായിട്ടും ഇതിൽ ചേർത്തതിന് ശേഷം ഇതിന്റെ പച്ചച്ചുവ മാറുന്ന രീതിക്ക് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഒട്ടും പച്ചമുളകിന്റെയും അതുപോലെ തന്നെ ഇഞ്ചിയുടെ കുത്തല്, അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ കുത്തല് അതൊന്നും ഇല്ലാത്ത രീതിക്ക് നന്നായിട്ട് വാട്ടിയെടുക്കാം. ഇനി നമുക്ക് ഒരു 4-5 തക്കാളി, ഇത്രയാണ് ചെറിയ കുഞ്ഞു തക്കാളി ആണെങ്കിൽ ഒരു 5 എടുക്കുക, വലിയ തക്കാളിയാണ് ഒരു 4 എടുക്കുക. എന്നിട്ട് നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം, അതായത് അത്യാവശ്യം വലുപ്പത്തിൽ കുഴപ്പമില്ല, നമ്മൾ വിസിലിടുന്നതിനെ കൊണ്ട് അതൊക്കെ വെന്ത് കിട്ടും കേട്ടോ. തക്കാളി പെട്ടെന്ന് വേവുന്നൊരു സാധനമല്ലേ. അപ്പോൾ ഇതാ നമ്മൾ തക്കാളി ഇട്ടതിന് ശേഷം ഇതാ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വാട്ടി, സാധാരണ നമ്മൾ കറക്കി ഇങ്ങനെയാണോ എന്തൊക്കെയാണ് ചെയ്യല് അതേ ടിപ്പ് തന്നെ നമ്മൾ എന്താക്കുക ഇതിനും ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് വാട്ടി കൊടുക്കണേ. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ അത്യാവശ്യം വാടി വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ട് അതായത് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ, അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിന് മസാലയും കൂടി നമുക്ക് അതിൽ കുറച്ച് അതേ സെയിം പാത്രത്തിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം എടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ അതിലേക്ക് നമ്മൾ മല്ലിയില, അത് നമ്മൾ എടുത്തതിൻ്റെ പകുതി എന്താക്കുക, മല്ലിയിലയും പുതിനയിലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് നമുക്ക് ചോറിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണേ. അത് നമുക്ക് കുറച്ച് ചോറിന് വേണ്ടിയിട്ട് നിർബന്ധമായിട്ട് മാറ്റി വെക്കണേ. ബാക്കി മുഴുവനായിട്ടും നമ്മൾ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഇത് നമ്മൾ മുഴുവനായിട്ട് ചേർത്ത് എടുത്തതിന് ശേഷം നമ്മൾ എന്താക്കുക, ഇതിലിനി വേറെ ഒട്ടും മസാലകൾ ഇനി എക്സ്ട്രാ ചേർക്കുന്നില്ല. 1 ടേബിൾ സ്പൂൺ ഗരം മസാല മാത്രം ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മതി കേട്ടോ, ടേബിൾ സ്പൂൺ വേണ്ട. നമുക്കൊരു ടീസ്പൂൺ ഗരം മസാല മുഴുവനായിട്ടും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിൽ വേണമെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ മാത്രം, നിങ്ങൾ ഇട്ട മഞ്ഞപ്പൊടി കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വേണമെന്ന് വിചാരിച്ചിട്ട് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റിലോട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി പാർന്നതിന് ശേഷം എന്താക്കുക, നന്നായിട്ട് ബീഫിൽ വേവിച്ചെടുക്കുക. അത്യാവശ്യം നല്ലോണം തന്നെ വേവണം. നമ്മൾ ബാക്കി ചോറൊന്നും അങ്ങനെ വേവിക്കുന്നില്ല. അപ്പം നമുക്ക് ഈ കറിയിൽ തന്നെ നന്നായിട്ട് ഇത് വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഉപ്പാണ്. നമ്മൾ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താക്കണം, ഉപ്പ് നോക്കണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് വിസിലടിക്കാൻ. അതായത് ഞാനിപ്പോൾ ഇവിടെ ഒരു 10 വിസിലോളം നമ്മൾ ഈ ബീഫിന് വേണ്ടിയിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതായത് അത്യാവശ്യം വലുപ്പത്തിലാണ്, ഒരു മീഡിയം സൈസ് വലുപ്പത്തിലാണ് നമ്മൾ ബീഫ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെന്ത് കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ലോണം വിസിൽ വരണം. അപ്പം ഞാൻ ഇവിടെ ഒരു 10 വിസിൽ കണക്കിലാണ് ഞാൻ ബീഫ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ പ്രഷർ കുക്കറിനനുസരിച്ചിട്ട് എത്രയാണോ വിസിൽ നിങ്ങൾ സാധാരണ വിസിലിടല് അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഞാനിതാ ജസ്റ്റ് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഓവർ വെള്ളം ഒഴിക്കേണ്ട, കാരണം നമ്മളെ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ അത്യാവശ്യം നമുക്കറിയാലോ ബീഫിൽ എത്ര വെള്ളം വേണമെന്നൊക്കെ നമുക്കറിയാം. ജസ്റ്റ് ബീഫ് ഒന്ന് മുങ്ങുന്ന രീതിക്ക് വെള്ളം പാരുക. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കൽ മസ്റ്റാണ്. പിന്നെ നമ്മളെ ബീഫ് വേവുന്ന സമയത്ത് നമുക്ക് ഉപ്പില്ലെങ്കിൽ അത് നമുക്ക് ഒരു ബീഫിന് ഉപ്പ് പിടിക്കാത്ത പോലെ ഉണ്ടാവും. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കത് പ്രഷർ കുക്കർ അടച്ച് വെച്ച് ഒരു 10-11 വിസിലടി ഇട്ടെടുക്കണേ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പെട്ടെന്ന് നിങ്ങൾ കുക്കറിൻ്റെ പ്രഷർ കുക്കർ അനുസരിച്ചിട്ട് നമ്മൾ എന്തൊക്കെ വിസിലിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്ത് കൊടുക്കാവേ. ഒന്നായിട്ട് വെന്ത് അടിഞ്ഞു പോകണ്ട. കാരണം നമുക്കിനി റൈസിലിട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറുങ്ങനെ വേവിച്ചെടുക്കാനുള്ളത് കൊണ്ട് അധികം വെന്ത് ഉടഞ്ഞു പോകരുത്. നമ്മൾ പാകത്തിന് നമുക്ക് കയ്യിലെടുക്കാവുന്ന രീതിക്ക് നമുക്ക് ബീഫിനെ കിട്ടണം. അപ്പോൾ അതുപോലെ നമ്മൾ വേവിച്ചെടുക്കണേ. അപ്പോൾ നമ്മളെ ബീഫൊക്കെ ഒരു 10 വിസിലൊക്കെ കഴിഞ്ഞ് വെന്ത് നല്ല വിസിലെല്ലാം പോയി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ബീഫൊക്കെ. ഒന്ന് ജസ്റ്റ് നമുക്ക് കൈ കൊണ്ടൊന്ന് പ്രസ് ആക്കിയാൽ തന്നെ മനസ്സിലാവും കേട്ടോ ബീഫിന്റെ വേവൊക്കെ. അപ്പോൾ അത് മസ്റ്റായിട്ട്
നോക്കുക. എന്നിട്ട് എന്താക്കാം, നമ്മൾ ബീഫിന്റെ നീരെടുക്കാതെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് മാത്രം നമുക്ക് മാറ്റി വെക്കണേ, മുഴുവനായിട്ട് മാറ്റി വെക്കണേ. ബാക്കി നമുക്ക് അതിന്റെ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം നമുക്ക്, അതായത് ബീഫിന്റെ സ്റ്റോക്ക് വേണം, ഈ വെള്ളം വേണം നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാനിനി ചോറാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതുപോലെ തന്നെ അതിലേക്ക് നെയ്യും, അത് നമ്മളെ RKG പോലത്തെ നെയ്യ് ഉണ്ടല്ലോ അതാണ്, അല്ലെങ്കിൽ മിൽമയുടെ നെയ്യ് എന്താണോ നിങ്ങളുടെ അടുത്തുള്ള അതും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ അടുത്തുള്ള സ്പൈസസ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. എന്തെങ്കിലും പട്ട ഇല്ലാത്തതുകൊണ്ട് കേട്ടോ പട്ട ചേർക്കാഞ്ഞത്. അപ്പോൾ സ്പൈസസ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഉള്ളി എടുത്തിട്ട് ഒന്ന് വാട്ടിക്കൊടുക്കുക. നെയ്ച്ചോറിനൊക്കെ എടുക്കുന്ന മാതിരി കുറച്ച് ഉള്ളി എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് വാട്ടിക്കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ നന്നായിട്ട് വാടിയതിനു ശേഷം ഇതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സ്റ്റോക്ക്, അതായത് നമ്മൾ ഒരു പാട്ട അരിയാണ് എടുക്കുന്നത്, അതിന് ഒരു പാട്ടയ്ക്ക് 1.5 കപ്പ് അളവുള്ള രീതിക്കാണ് നമ്മളിവിടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഞാനത് ഒരു പാട്ട എനിക്ക് സ്റ്റോക്ക് തന്നെ ഉണ്ട്, അതായത് ബീഫ് വേവിച്ച വെള്ളം ഒരു പാട്ട കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഇനി ഒരു 1/2 കപ്പ് സാധാ വെള്ളം കൂടി ചേർത്തതിന് ശേഷം നമുക്ക് എന്താക്കാം, കുറച്ച് ബാക്കി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മല്ലിയിലും പുതിനയിലും ഉണ്ടല്ലോ അതും കൂടി ഇട്ടതിന് ശേഷം ഉപ്പ് നോക്കി ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് മാത്രം കുരു കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് ഉപ്പും നോക്കിയതിന് ശേഷം ഉപ്പിട്ട, എന്നിട്ട് എന്താക്കുക, നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം തിളയ്ക്കാൻ വേണ്ടി വെക്കണേ. അപ്പൊ നമ്മൾ നാരങ്ങ എടുക്കുന്ന സമയത്ത് കുരു വീഴാതെ നോക്കണേ. കുരു വീഴുന്നാൽ നമുക്ക് ചോറിന് ചെറിയൊരു കയ്പ്പ് അനുഭവപ്പെടും, അപ്പൊ അത് ശ്രദ്ധിക്കണേ. അപ്പൊ എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉപ്പ് കുറച്ചൊന്ന് മുന്തി നിൽക്കണം. കാരണം നമുക്ക് അരി വേവുന്ന സമയത്ത് ചോറിന് ഉപ്പ് മതിയാകാണ്ട് വരും. അപ്പൊ ജസ്റ്റ് നമുക്ക് നോക്കുക, കുറച്ചൊന്ന് ഉപ്പ് കൂടുതലാക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തിളയ്ക്കാൻ വേണ്ടി വെക്കണേ. അപ്പോഴേക്കും നമുക്ക് അരിയൊക്കെ ഒന്ന് കഴുകി തിളയ്ക്കുന്നവരെ വെള്ളത്തിലൊന്ന് കുതിർത്തി വെക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴുകിയതിനു ശേഷം വെള്ളം നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക, അതായത് അരിയെ ഡ്രൈ ആക്കി എടുക്കുക, ഊറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ അപ്പോഴേക്ക് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റൈസ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. ഇവിടെ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏതാണ് ഉള്ളത് അത് ചേർത്ത് കൊടുക്കാവേ. ഏതിലും നമുക്ക് ഈ റൈസ് ഉണ്ടാക്കിയെടുക്കാം, അതായത് നമുക്ക് ഇറച്ചിച്ചോറ് ഏതൊരു അരിയിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ ജീരകശാലയിലാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കാം, മതിയായില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചോറ് വേകുന്ന സമയത്ത് നമുക്ക് ഉപ്പ് മതിയാകാണ്ടൊക്കെ വരും കേട്ടോ. അപ്പോൾ ജസ്റ്റ് നോക്കുക, പോരെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണേ. അപ്പൊ നമുക്കിത് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇതാ നമ്മളെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതുവരെ ഫുൾ ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാനൊക്കെ. നമുക്ക് ഇങ്ങനെ കാണുന്നവരെ നമ്മൾ എന്താക്കണം, ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാന്. അപ്പൊ എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, അടി മേലെ മറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പ്രസ് ആക്കിയിട്ട് ഇനി ചെറിയ തീയിൽ വേണം നമുക്ക് വേവിച്ചെടുക്കാൻ. അതായത് നമ്മൾ സാധാ സിമ്മല്ല, അതിലും ചെറിയ സിമ്മിലാക്കിയിട്ട് വേണം നമുക്ക് ഈ റൈസിനെ വേവിച്ചെടുക്കാൻ കേട്ടോ. അധികം ഓവർ തീയിൽ വേവുന്ന സമയത്ത് നമുക്ക് എന്താക്കൂ, റൈസ് വെന്ത് കിട്ടാൻ കുറച്ച് പണിയായിരിക്കും കേട്ടോ. അപ്പൊ എന്താക്കുക, ഇതുപോലെ ഒന്ന് ജസ്റ്റ് നമ്മൾ ചെറിയ തീയിലാക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ചാൽ തന്നെ നമുക്ക് ചോറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളെ റൈസൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബീഫും എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ബീഫ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം എന്താക്കുക, ജസ്റ്റ് നമുക്ക് ചോറ്, അതായത് ബീഫിനെ നമുക്ക് റൈസിന്റെ സെന്ററിലോട്ട് ആക്കി കൊടുക്കുക, മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിനൊരു 10 മിനിറ്റ് നമ്മൾ സ്ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. നല്ല അടിപൊളി ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും മസ്റ്റ് ട്രൈ ആണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഈ സമയത്ത് വെച്ചാൽ ഒരുവിധം എല്ലാവരുടെ അടുത്തും ബീഫ് സ്റ്റോക്ക് ഉണ്ടാവില്ലേ വീട്ടില്. അപ്പൊ അത് വെച്ച് ഒന്ന് തയ്യാറാക്കിയിട്ട് നോക്കുക. എന്നിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം, മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും. കാരണം നമ്മൾ ഇതിലേക്ക് ഓവർ സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ എന്താണ് കുറച്ച് മസാലകൾ മാത്രം, നിങ്ങൾ കണ്ടതല്ലേ, കുറച്ച് മസാലകൾ മാത്രം ചേർത്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ. അത് നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് തന്നെ അത് മനസ്സിലാവും കേട്ടോ, മക്കൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത്. അപ്പൊ ഇതുപോലെ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പൊ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വരുന്നവരെ
നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതാണ്. അപ്പോൾ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ എവിടെയും എത്തിക്കുന്നത്. അപ്പോൾ എന്തായാലും മറക്കാതെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും, ബൈ.